ഈ സെൽഫ് ഡൗട്ടിന്റെ ഒരു ട്രാപ്പിൽ പലപ്പോഴും നമ്മൾ വീണ് കിടക്കാറുണ്ട്. ഈ സെൽഫ് ഡൗട്ടിന്റെ സെൽഫിനെ മാത്രം ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണിത്. ഞാൻ ഇതിന് മാത്രം ഉണ്ടോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ ഇതിൽ തോൽക്കോ, ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയും, അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഓവർ അനലൈസിങ് ആണ് നമ്മൾ ആ സെൽഫിനെ കുറിച്ച് ചെയ്യുന്നത്. അതും നമ്മൾ നമ്മുടെ റിയൽ കാപ്പബിലിറ്റീസ് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരുപാട് അസംഷൻ ആയിട്ട് വരും. എന്നിട്ട് ഈ അസംഷൻ എല്ലാം നമ്മൾ ബിലീഫ് ആക്കിയിട്ട് എടുത്തിട്ട് ഇത് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മൾ ഇത് കൊണ്ടുപോവുകയും ചെയ്യും. ശരിക്കും ഈ സെൽഫിന് നമ്മൾ അത്ര ഫോക്കസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ചെറുതായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുത്താൽ മതി. അബ്ദുൽ ബാഹ പറഞ്ഞിട്ടുണ്ട്, ദ മാസ്റ്റർ കീ ടു സെൽഫ് മാസ്റ്ററി ഈസ് സെൽഫ് ഫോക്കറ്റിംഗ്. അതായത് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ മറന്നിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലോട്ട് കൊടുക്കുക. അപ്പൊ നമുക്കുള്ള ആ ഒരു ഫിയർ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ താനേ പോകും. എന്നിട്ട് നമ്മുടെ ക്ലാരിറ്റി കുറച്ചുകൂടെ ഷാർപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഹൗ ടു ഐ ലുക്ക് എന്നുള്ളതിന് പകരം വാട്ട് നീഡ്സ് ടു ബി ഡൺ എന്നുള്ള കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് ബെറ്റർ ആയി ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അത് ആളുകൾക്ക് ബെനിഫിഷ്യൽ ആവാം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യും. അപ്പൊ സെൽഫ് ഡൗട്ട് ഒക്കെ